عنا سيئاتنا وتوفنا مع الأبرار ربنا السلام عليكم. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه ومن افتفى أما بعد. ബഹുമാന്യരായ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന റഹ്മ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സ്, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന MGMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നമ്മുടെ ഈ പ്രദേശത്തുകാർക്ക് അദ്ദേഹത്തിൻ്റെ ഖുർആനിൻ്റെ മാസ്മരികമായ ക്ലാസ്സുകളും മറ്റു പ്രഭാഷണങ്ങളും കൊണ്ട് പ്രദേശത്തുകാർക്കും കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ ആളുകൾക്കും വളരെ സുപരിചിതയായ ആയിഷ ടീച്ചർ അവറുകളാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ ട്രസ്റ്റിയും റഹ്മ മസ്ജിദിൻ്റെ ഖത്തീബും പാറാൽ DI അറബിക് കോളേജ് റിട്ടയർ പ്രിൻസിപ്പളും എഴുത്തുകാരനും വാഗ്മിയുമൊക്കെയായ ബഹുമാന്യ പണ്ഡിതൻ ജനാബ് ഷംസുദ്ദീൻ പാലക്കോട് അവറുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സർ പ്ലീസ്. അദ്ദേഹത്തെയും വളരെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയുടെ പടവുകളിൽ അനൽപമായ പങ്കുവഹിച്ച നമ്മുടെ പ്രിൻസിപ്പൽ സജ്ന മാം, അദ്ദേഹത്തിന് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ മറ്റു ടീച്ചേഴ്സും സ്റ്റാഫ്, അങ്ങനെ ഈ സംവിധാനത്തിൻ്റെ കൂടെ നടക്കുന്ന നമ്മുടെ ഇതിൻ്റെ യഥാർത്ഥ വിജയത്തിൻ്റെ ശില്പികളായ ടീച്ചേഴ്സ്, കേരളത്തിൽ ഒരുപാട്, കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ധാരാളക്കണക്കായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല വിധത്തിലും ഉണ്ടായിട്ടും, വളരെ പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടായിട്ടും ഈ അൽഫിത്ര എന്ന ഈ സംവിധാനത്തെ നെഞ്ചോട് ചേർത്ത് അവിടെ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സന്നദ്ധത കാണിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന ഈ രക്ഷിതാക്കളോടാണ് വലിയ കടപ്പാടും കടമയുമുള്ളത്. അതിന് നിങ്ങളോട് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് റിവാർഡ് തരേണ്ടത് നമ്മുടെ എല്ലാം സൃഷ്ടാവായ അള്ളാഹുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൗതികമായ നേട്ടങ്ങളും പ്രശസ്തിയും പ്രസിദ്ധിയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കണ്ണൂർ ജില്ലയിൽ വലിയ വലിയ സ്ഥാപനങ്ങളില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഹൃദയത്തിൽ ഖുർആനിൻ്റെ വെളിച്ചം കടന്നു വന്നിട്ട് വേണം ഭൗതികവും മറ്റുള്ള വിഷയങ്ങളും അവരുടെ ഹൃദയത്തിലേക്ക് കടക്കേണ്ടത് എന്ന കൃത്യമായ ബോധ്യവും കാഴ്ചപ്പാടുമുള്ള രക്ഷിതാക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നതാണ് റഹ്മ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സമയബന്ധിതമായിട്ട് തന്നെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഉദ്ഘാടക അധ്യാപികയാണ്, അദ്ദേഹത്തിന് എക്സാം ഡ്യൂട്ടി ഉണ്ട്, പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അപ്പം ഞാൻ ദീർഘിപ്പിക്കില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ
ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്ന ആനുവൽ ഡേ അതിങ്ങനെ കടന്നുകൊണ്ടിരിക്കും. അതൊരു വലിയ വിഷയമല്ല. അതിപ്പോൾ 9ാമത്തെ ആനിവേഴ്സറിയാണ് നമ്മൾ നടത്തുന്നത്. 7ാമത് ഖത്മുൽ ഖുർആനാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്, ഇന്ന് നടക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ട്രസ്റ്റിൻ്റെ മെമ്പർമാർക്കും സാരഥികൾക്കും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകളും ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അവരുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഖത്മുൽ ഖുർആനിൽ ഉണ്ടാകുന്ന വികാരം സമ്മിശ്രമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിനമാണ് നമ്മുടെ മക്കൾ 3 വർഷമായി ഖുർആനിൻ്റെ തണലിൽ വളർന്ന് ഏറെക്കുറെ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളും ഞാൻ വിശദീകരിക്കുകയല്ല, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കവരെ യാത്രയേക്കാൻ കഴിയുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ധന്യതയാണ്, ഒരു സന്തോഷ മുഹൂർത്തമാണ്. അതോടൊപ്പം തന്നെ ഈ മക്കൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോവുകയാണല്ലോ, ഇനി അവർ ഇങ്ങോട്ടില്ലല്ലോ എന്ന അതിയായ ദുഃഖവും നമ്മെ വേട്ടയാടുന്നുണ്ട്. ഇതൊരു വസ്തുതയാണ്. എന്നോട് 1-2 ദിവസങ്ങളിലായിട്ട് ചില പാരൻസ് പറഞ്ഞു, ഒരാഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ടെന്ന്. ആ പാരൻ്റ് ഈ സദസ്സിലുണ്ട്. എന്താ പ്രശ്നം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ മകൾ അൽഫിത്രയിൽ നിന്ന് ഈ വർഷം പോവാണ്. നോക്കൂ നിങ്ങൾ, ഇതൊരു വികാരമാണ്. ഈ വികാരം തന്നെയാണ് ഇതിൻ്റെ സാരഥികളായ നമ്മയും വേട്ടയാടുന്നത്. എന്തായാലും ഈ സമ്മിശ്രമായ സുഖദുഃഖ സമ്മിശ്രം എന്നൊക്കെ പറയാറുള്ളത് പോലെ സന്തോഷവും സന്താപവും ചേർന്നുള്ള ഇന്നത്തെ ഈ സുദിനം അപ്പോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കുലാക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ കുട്ടികളെ ഒരു അമാനത്തായിട്ട് നിങ്ങൾ രക്ഷിതാക്കളെ ഏൽപ്പിക്കുകയാണ്. അവരെ നിങ്ങൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് അവരെ പിന്നാലെ സ്നേഹമസൃണമായി ചേർത്ത് പിടിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അൽഫിത്രയിൽ ചേർക്കുമ്പോൾ എന്താണ് നിങ്ങൾ ലക്ഷ്യം വെച്ചത് അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ എല്ലാ പണ്ഡിതന്മാരെയും നേതാക്കളെയും രക്ഷിതാക്കളെയും വളരെ സ്നേഹാദരപൂർവ്വം ഇന്നത്തെ നമ്മുടെ ഈ 2 പ്രോഗ്രാമിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷപദം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ട്രസ്റ്റിയും ഇതിൻ്റെ ബാക്ക് ബോൺ എന്നൊക്കെ പറയാവുന്ന എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠനും യൂസഫ് KLP അവർകളാണ്. അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് കുറച്ച് ദൂരെയാണുള്ളത്, എത്തിപ്പെടാൻ പ്രയാസമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഔപചാരികതകൾ മാറ്റിക്കൊണ്ട് ശംസുദ്ദീൻ സാർ അധ്യക്ഷൻ ഇല്ല, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആശംസ അർപ്പിച്ചാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷപദം ഏറ്റെടുക്കുവാൻ വേണ്ടി വളരെ ബഹുമാന പുരസ്സരം പ്രിയങ്കരനായ പണ്ഡിതൻ ശംസുദ്ദീൻ പാലക്കോട് അവരോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അവിചാരിതമായാണ് ഇതിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. വോട്ട് ഓഫ് താങ്ക്സ് ആണ്. എനിക്കുമൊരു ഹോസ്പിറ്റൽ കേസ്, ഞാനതിൻ്റെ സാരങ്ങളും ബാഗൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് 10 മണിയാകുമ്പോഴേക്ക് 10:15 കണ്ണൂർ എത്താം എന്നുള്ളതാണ്. അധ്യക്ഷനായ സ്ഥിതിക്ക് കെട്ടിയിട്ട പോലെയായി. അവസാനം വരെ ഇരിക്കണം. പക്ഷെ അവസാനം വരെ എന്ന് പറയുമ്പോൾ ഈ ഉദ്ഘാടന സെഷൻ ആകെ അരമണിക്കൂറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ധാരണയിൽ എത്തിയിട്ടുള്ളത്. സ്വാഗതം മുതൽ നന്ദി വരെയുള്ള ഉദ്ഘാടനം, മുഖ്യപ്രഭാഷണം എല്ലാം കൂടി ഒരമണിക്കൂറിലപ്പുറത്ത് എന്തായാലും പോവില്ല എന്ന രൂപത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഹാരിസിൻ്റെ സ്വാഗത പ്രസംഗമോ, അതാണ് ഞാൻ എന്നെ അധ്യക്ഷനാക്കേണ്ടതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ്. എൻ്റെ അധ്യക്ഷ പ്രസംഗമൊക്കെയാണ് സാധാരണ നീണ്ടുപോകാനുള്ള സാധ്യത. അപ്പോൾ ഇന്ന് സ്വാഗത പ്രസംഗം വളരെ കാര്യമാത്രം പ്രസക്തമായി, വളരെ ചുരുക്കി എന്നാൽ പ്രസക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ചുരുക്കുകയാണ് അധ്യക്ഷ പ്രസംഗം, ചടങ്ങിൽ മാത്രം ഒതുക്കുകയാണ്. നമുക്ക് കിട്ടാത്ത ഒരു ചീഫ് ഗസ്റ്റ് നമ്മളെ നാട്ടുകാരത്ത് തന്നെയാണ്, പക്ഷെ അവർ കേരളത്തിലാകമാനം ഓടുന്നത് കൊണ്ട് നമുക്ക് കിട്ടാറില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെ മുറ്റത്തുനിന്ന് മുല്ല പലരും പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു മുല്ല
പറിച്ചിട്ട് നമ്മളെ മുടിയിൽ വെക്കാനോ നമുക്ക് മണക്കാനോ കിട്ടലില്ല. അതുപോലെയാണ് നമ്മുടെ ആയിഷ ടീച്ചർ വരും. ഇപ്പോൾ MGMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്ന് കണ്ണൂരാണെങ്കിൽ നാളെ ആലപ്പുഴയായിരിക്കും, മറ്റന്നാൾ തിരുവനന്തപുരത്തായിരിക്കും. എൻ്റെ ഇടയ്ക്ക് സ്കൂളിലും പോകണം, പേപ്പർ വാലേഷനും നടത്തണം. അതാണ് ഫൈദാ ഫറഗത്ത ഫൻസബ്. അതങ്ങനെ ആയിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം. നേരെ വെച്ച് രാവിലെ 5 മണിക്ക് അടുക്കളയിൽ കയറി രാത്രി 11 മണി വരെ അടുക്കള. എന്താ പണി? വീട്ടിൽ 3 ആളുണ്ട്, 3 ആൾക്കൊരു 4 നേരം ഭക്ഷണം ഉണ്ടാക്കണം. ഇതിനു വേണ്ടി ജീവിതം ഹോമിച്ച് അങ്ങനെ മരിച്ച് മണ്ണ് പോയിട്ട് കടന്നുറങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ നേരെ മറിച്ച് ഇവർക്കൊക്കെ കുടുംബമുണ്ട്. മദർ തെരേസമാരല്ല, അതേപോലെ തന്നെ നമ്മളൊക്കെ ഗാന്ധിജിമാരൊന്നുമല്ല. അപ്പോൾ ഈ പ്രവർത്തന രംഗത്തുള്ള ആളുകളൊക്കെയും അവർക്ക് കുടുംബമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവനവും മതപരമായ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്നാൽ കരയേറേണ്ടവർ എത്രയോ പേർ താഴെ പാടത്തു പഴിച്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്നൊരു മലയാള കവി പാടിയിട്ടില്ലേ? അങ്ങനെ ചിന്തിക്കണം. ഇസ്ലാമിൻ്റെ തത്വമാണത്. തൻ്റെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കുകയും അവർക്ക് തൻ്റെ ഒരു ഉപദേശം ആവശ്യമുണ്ടോ, തൻ്റെ ഒരു താങ്ങ് ആവശ്യമുണ്ടോ, തൻ്റെ ഒരു തലോടൽ ആവശ്യമുണ്ടോ, തൻ്റെ വീട്ടിലുള്ളൊരു വീൽ ചെയർ അയാൾക്ക് ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ. ഇന്നലെ മിൽ റോഡിലുള്ള ഒരാൾ അവരുടെ ഭാര്യ വീണിട്ട് എന്നിട്ട് കസേരയിൽ ഇരുത്തിയിട്ടാണ് അവർ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. 3 സ്ഥലത്ത് അന്വേഷിച്ചു. ഇവിടെയുള്ള എല്ലാ വീൽ ചെയറും തീർന്നിരിക്കുകയാണ്. അവസാനം അവർക്ക് ഇന്നലെയും അദ്ദേഹത്തോട് ചോദിച്ച് കിട്ടിയോ എന്ന് ചോദിച്ചു. കിട്ടിയിട്ടില്ലെങ്കിൽ കാശ് കൊടുത്തിട്ടെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ള രൂപത്തിൽ നമ്മൾ 2-3 ആളുകൾ അവർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടാകും. ഈ റഹ്മാൻ സെൻറ്റർ ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി ക്രമീകരിക്കുന്നുണ്ട്. ഒരു അൽഫിത്ര, അതേപോലെ ജുമാ ഖുതുബ, മദ്രസ, ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബഹുമുഖമായ പ്രവർത്തനങ്ങളുടെ വൈവിധ്യമായ സേവന പ്രവർത്തനങ്ങളെ ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് റഹ്മാൻ സെൻറ്റർ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആയിരിക്കും, നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും. അതിന് വലിയ മോട്ടിവേഷൻ ക്ലാസ് ഒന്നും ആവശ്യമില്ല. മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക്, വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് തഖ്വിയത്തുൽ ഈമാൻ, നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുക. അൽഫിത്രയുടെ ഈ സംഗമം, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതൊക്കെ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുകയാണ്. വരും കാലത്തും പരലോകത്തും നമ്മുടെ ജീവിതത്തെ പെർഫെക്റ്റ് ആക്കുവാൻ, നമ്മുടെ ജീവിതത്തെ സക്സസ്ഫുൾ ആക്കുവാൻ ഈ തഖ്വിയത്തുൽ ഈമാനിനേക്കാൾ നമ്മുടെ ബാങ്ക് ബാലൻസ് സഹായകമാവില്ല, നമ്മുടെ ഗ്ലാമർ സഹായകമാവില്ല, നമ്മുടെ പ്രൊഫൈല് സഹായകമാവില്ല. തഖ്വിയത്തുൽ ഈമാൻ, നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ. രണ്ടാമത്തത് ഇംസാക്ക് ദുആ ആണ്. ദുആ മുറുകെ പിടിക്കണം. കൃത്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റബ്ബി സിദ്നി ഇൽമ, ഇതങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തത് തർബിയത്തുൽ ഔലാദ് ഫി ലൗഇൽ ഖുർആൻ, അതായത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഖുർആനിൻ്റെ തണലിൽ വളർത്തിക്കൊണ്ടുവരിക. അതാണ് ഇന്നിപ്പോൾ ഒരു രക്ഷിതാവ് പറയുകയുണ്ടായി, എന്താണ്, എനിക്കെൻ്റെ മക്കൾ ഓർത്തിട്ടാണ് ആശങ്ക. കാരണം ഈ നമ്മൾ തലോടി വളർത്തുന്ന ഈ മക്കൾ നാളെ മറ്റന്നാൾ ആരാവുക, എങ്ങനെയാ ചിന്തിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരു വല്ലാത്ത ഒരു ക്യാമ്പസ് ചുറ്റുപാടിലേക്ക്, സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് എൻ്റെ മക്കൾ വളരുന്നത് എന്ന് സങ്കടപ്പെടുന്ന. അപ്പം മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെ ഖുർആനിൻ്റെ തണലിൽ വളർത്തിക്കൊണ്ടുവരണം, അവരെ ചേർത്ത് നിർത്തണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഇഹലോകത്ത് സന്തോഷകരമായിരിക്കും, പരലോകത്ത് സ്വർഗീയമായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും പ്രഭാഷണവും നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ചീഫ് ഗസ്റ്റ് അല്ല, നമ്മളിലൊരാൾ, മുറ്റത്തെ മുല്ല എന്ന് നേരത്തെ പറഞ്ഞ ആ മുല്ലയെ വിളിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാന്യയായ ആയിഷ ടീച്ചറോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ ഈ മഹനീയമായ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ശംസുദ്ദീൻ പാലക്കോട്, ഇതിൻ്റെ അൽഫിത്രയുടെ നട്ടെല്ല് എന്ന്, അതുപോലെ വളപട്ടണം പ്രദേശത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും നട്ടെല്ല് എന്ന് നാം വിശേഷിപ്പിക്കുന്ന KLP ഹാരിസ്ക, അതുപോലെ ഇതിൻ്റെ പ്രിൻസിപ്പൽ, അതോടൊപ്പം ഷുക്കൂർക്ക, മുസ്തൂക്ക,
എല്ലാ ആൾക്കാരും, ഇതിൻ്റെ അക്ഷീണം ഇതിനെ ഏത് സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരങ്ങളെ, ഒരുപാട് സന്തോഷമുണ്ട്. ഏതൊക്കെ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അൽഫിത്രയുടെ കുട്ടികളെ, പഠിക്കുന്ന കുട്ടികളെ അകലങ്ങളിൽ നിന്ന് കണ്ട ശീലമാണ് ഉള്ളത്. സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു നല്ലൊരു മൊമെൻ്റായിട്ടാണ്, അനുഗ്രഹീതമായ, എൻ്റെ ലൈഫിലെ ഒരു അനുഗ്രഹീതമായ ഒരു നിമിഷമായി ഞാൻ ആസ്വദിക്കുകയാണ്. തിരക്കുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിങ്ങൾക്കൊന്നും കിട്ടാത്തത്ര തിരക്കൊന്നും എനിക്കില്ല. പിന്നെ ഈ തിരക്കിലാവുക എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ അൽഹംദുലില്ലാ ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്ന രൂപത്തിൽ പഠിച്ചവൻ നമ്മെ അങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നാം അതിന് കുറേ പണിയൊന്നും എടുത്തിട്ടില്ല, പഠിച്ചവൻ അങ്ങനെ ആക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ രക്ഷിതാക്കൾ ഒരു നല്ല മഹനീയമായ കർമ്മത്തിന് സാക്ഷികളാകാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൻ്റെ രക്ഷിതാവിനെ അറിയാമെന്നുള്ളതാണ്. അതാണ് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഏറ്റവും പഠിച്ചവനെ അറിയാൻ വേണ്ടി നിങ്ങളൊരു 3 വർഷക്കാലം ഇതിലേക്ക് വിടുമ്പോൾ, എനിക്കറിയാം ഇവിടെ പഠനം കഴിഞ്ഞ നമ്മുടെ സിധുവിനെ പറ്റി. കാരണം സിധുവിൻ്റെ ഡയറി കുറിപ്പുകൾ ഞാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ അത് വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് വന്നിട്ടുണ്ട്, ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഹയർ സെക്കൻഡറി അധ്യാപക എന്ന നിലയിൽ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് ഒരു സെൻറ്റൻസ്, ഒരു ആപ്ലിക്കേഷൻ എഴുതാനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോകുന്ന ഒരു കുട്ടിയോട് അവിടെ നോട്ടിലൊന്ന് ഒരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ട് എന്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ ആ കുട്ടി എഴുതുമ്പോൾ ആ ഒരു സെൻറ്റൻസ് മുഴുവനും തന്നെ അക്ഷരത്തിൽ തെറ്റില്ലാതെ എഴുതാൻ പറ്റില്ല. എന്നാൽ സിധുവിൻ്റെ എഴുത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഹസീന ടീച്ചറോട് ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രമാത്രം നല്ല അക്ഷരങ്ങൾ, വടിവത്ത ഭംഗിയുള്ള അക്ഷരത്തെറ്റില്ലാത്ത എനിക്ക് എൻ്റെ ഒരു ബാല്യമൊക്കെയാണ് ഓർമ്മ വന്നത്. നമ്മുടെ പണ്ടത്തെ കാലം അക്ഷരം വേഗം ഉറപ്പിക്കുമല്ലോ. 1-2 ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മോശമില്ലാത്ത വായിക്കാനും എഴുതാനും പഠിക്കും. അക്കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അൽഫിത്ര കൊണ്ടുപോയി എന്നുള്ളതിന് നിങ്ങൾ അഭിമാനിക്കണം. കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ അക്ഷരം ഉറപ്പിക്കാനും പഠിക്കാനിരുത്താനും വല്ലാതെ ഇടങ്ങേറാകേണ്ടി വരില്ല. ഇതും അതിൻ്റെ കൂടെയുള്ള ഖുർആനാണ് പഠിക്കുന്നത്, അതിൻ്റെ കൂടെ ദീനി വിജ്ഞാനങ്ങളൊക്കെ പഠിക്കുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം എളുപ്പമാക്കുന്ന ഒരു കാര്യം ഇതിലുണ്ട് എന്ന് സിധുവിൻ്റെ എഴുത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാ അതിനെ ആ കുട്ടികളെ പരിപോഷിപ്പിച്ച് ശരിയാക്കിയ ടീച്ചേഴ്സിനുള്ള ഒരു വലിയൊരു ആശംസ ഇവിടെ നേരുകയാണ്. അള്ളാഹു ഇനിയും നിങ്ങളെ കൂടുതലായി കൊച്ചു കുട്ടികൾ ഒരുക്കുക എന്ന് പറയുന്ന ഒരു 4 വർഷം LP സ്കൂളിൽ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുന്ന ആദ്യ ഘട്ടമാണല്ലോ. എന്തോ ഒരു ക്ഷമയാണെന്നോ വേണ്ടത്. ഒരു പക്ഷേ വീട്ടിൽ 1-2 കുട്ടികളെ നോക്കുന്ന പാരൻസിന് ഇത്രയും കുട്ടികളെ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന, ക്ഷമാപൂർവം സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ബുദ്ധിമുട്ട് ഒരു പക്ഷെ അറിയണമെന്നില്ല. ഏതായാലും നിങ്ങളുടെ മക്കളെ നല്ല രൂപത്തിലേക്ക് എടുക്കുന്നതിൽ ടീച്ചേഴ്സും പാരൻസും ഒരുപോലെ വർക്ക് ചെയ്തിട്ട് ഇന്ന് ഖത്മുൽ ഖുർആൻ ഇതിലേക്ക് കുട്ടികൾ എത്തുകയാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നമ്മുടെ കുട്ടികളെ പറ്റിയൊക്കെ നമുക്ക് ഭയങ്കര ആശങ്കയുണ്ട്. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ നെഗറ്റീവ് വർത്തമാനങ്ങളാണ്. മലിനമായ ഒരു ചുറ്റുപാടിനെ പറ്റി, ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന മലിനീകരണത്തെപ്പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആശക്കോ ചിരിക്കാനോ പ്രതീക്ഷക്കോ വകയില്ലാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളുള്ളത് എന്ന് അടിക്കടിയുള്ള ദുരന്ത വാർത്തകളും വൃത്തികെട്ട വാർത്തകളൊക്കെയും തന്നെ നമ്മെ ഇനി എന്താ ആശിക്കാൻ. ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ നാളെ കാണാമെന്ന് പറഞ്ഞ് പോയാൽ പിന്നെ അവർ ഇവിടെ ഇല്ല. അത് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്ന രൂപത്തിൽ ഏതോ ഒരു രാജ്യത്തേക്കോ നാട്ടിലേക്കോ അല്ല അവർ പോയത്, അവർ ഖബറിലേക്കാണ് പോകുന്നത്. അത്രയും ഫാസ്റ്റായിട്ട് ജനങ്ങൾ യാത്രയായിക്കൊണ്ടിരിക്കുന്ന, അതോടൊപ്പം തന്നെ ജനങ്ങളിങ്ങനെ മരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണത്തിനെ കൊന്നിടുന്ന കുറേ തരം എന്തൊക്കെയോ ടൈപ്പ് വർത്തമാനങ്ങൾക്കിടയിൽ നാം കാണുന്നത് ചുറ്റും ഒരു ആകെ കൂടി അസ്വസ്ഥമാണ്, മലിനമാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കാര്യത്തിൽ ഹാപ്പി ആണെങ്കിലും ഈ സമൂഹത്തിൻ്റെ കാര്യത്തിൽ നാം ഹാപ്പി അല്ല. അതുകൊണ്ട് എപ്പോഴും എന്തോ ഒരു ബേജാറോ വേവലാതിയോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ട്. അതായത് കലാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കൂട്ടുകെട്ട്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഏത് ലോകത്താണ് പഠിച്ചവനെ ഞാൻ ഇവരെ
പറഞ്ഞയക്കേണ്ടത് എന്ന് എന്തായാലും ഓരോ പാരൻറ്റിനും ആ ആശങ്കയുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ട പാരൻസിനോട് പറയാനുള്ളത്. നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ച മലിനമായ ടൗണ്, മാർക്കറ്റ്, അത്രയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കടന്നു പോയി ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ നല്ല ഫ്രഷായിട്ടുള്ള പുഴ ഒഴുകുന്നതും തോടും നല്ല നിഷ്കളങ്കരായ മനുഷ്യർ ഇക്കാലത്തും അങ്ങനെ ചില നാടുകളുണ്ടല്ലോ. അതുപോലെ നമ്മുടെ മക്കളും ഈ തിരക്ക് പിടിച്ച മലിനമാകുന്ന ചുറ്റുപാടിനിടയിൽ നമ്മുടെ കുട്ടികളും ഫ്രഷായിട്ട് ഒട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ മനസ്സമാധാനം തരുന്ന ഒരുപാട് മക്കൾ ഇക്കൂട്ടത്തിലുണ്ട്. ഈ ലോകത്തും മലിനമായ ലോകത്തും മലിനപ്പെടാത്ത ഒരുപാട് കുട്ടികളുണ്ട്, ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ആശ്വസിച്ചേ മതിയാകും. അതുകൊണ്ട് അനാവശ്യമായ ടെൻഷനെ കൊണ്ട് മനസ്സ് ഇങ്ങനെ വല്ലാതെ നമ്മുടെ രോഗത്തിലേക്ക് പോകുന്ന അത്രയും ഭീകരമാണ് ഇപ്പോഴത്തെ അസമാധാനം, അശാന്തി എന്നുള്ളത്. അതുകൊണ്ട് ഈ നെഗറ്റീവുകൾക്കിടയിലും ഈ പ്രശ്നങ്ങൾക്കിടയിലും അതിനെന്താ, ഏത് കാലത്തും ലോകാവസാനം വരേക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ഒരു കൂട്ടം മനുഷ്യന്മാരുണ്ടാകും, നല്ലൊരു കൂട്ടം കുട്ടികളുണ്ടാകും. എൻ്റെ കുട്ടി അതിൽപ്പെടും, ഞാൻ അതിൽ പെട്ടതാണ് എന്ന് നമ്മൾ ആശ്വസിക്കുകയും അതിൻ്റെ വർക്ക് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഈ മക്കൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തേക്ക് ഒരു വിത്ത് എറിഞ്ഞ പോലെയാണ്. ആ വിത്ത് നമ്മുടെ ഒരു തോട്ടത്തിലേക്ക് കയറിയാൽ തന്നെ ഭയങ്കര ആരോഗ്യമുള്ള മരം, ഭയങ്കര പാകപ്പെട്ട കാതലുള്ള മരം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ വളരെ അപൂർവമായിട്ട് മഹാന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ വളരെ കുറഞ്ഞ ആൾക്കാരാണ് നല്ല മനുഷ്യരായിട്ട് മാറുക. ആ നല്ല മനുഷ്യർ നാം ആകാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതിനാണ് യഥാർത്ഥത്തിൽ പടച്ചവൻ നമുക്ക് കഴുകുക എന്നുള്ള രൂപത്തിൽ നമസ്കാരവും നോമ്പും സക്കാത്തൊക്കെ വെച്ച് തന്നതിൻ്റെ മറുവശം ചിന്തിച്ചിട്ടുണ്ടോ? അത് വളരെ വിലപ്പെട്ടതിനെയല്ലേ എപ്പോഴും കഴുകി ശുദ്ധിയാക്കിയിട്ട് സൂക്ഷിക്കേണ്ടത്. നാം വളരെ വിലപ്പെട്ടതായതുകൊണ്ടാണ് പടച്ചവൻ നമ്മെ കഴുകിക്കൊണ്ടേയിരിക്കാൻ. നമ്മുടെ മനസ്സ് കഴുകണം, നമ്മുടെ സമ്പത്ത് കഴുകണം, നമ്മുടെ ശരീരം കഴുകണം, നാം നിൽക്കുന്ന സ്ഥലം വൃത്തിയുണ്ടാവണം, നമ്മുടെ ചിന്തകൾ വൃത്തിയുണ്ടാവണം. നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നമ്മൾ പഠിച്ചതാണ്. ആ രൂപത്തിൽ ശരീരവും മനസ്സും എപ്പോഴും പവിത്രവും വൃത്തിയുള്ളതും ആയി തീരേണ്ടതുണ്ട്. അതിനാണ് അള്ളാഹു ഇബാദത്തുകൾ വെച്ച് തന്നിട്ടുണ്ടത്. കാരണം ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട വസ്തു നമ്മളാണ്. മാനവ വിഭവമാണ് ലോകത്തെ ഏറ്റവും നല്ല വലിയ സമ്പത്ത് എന്ന് നമ്മളറിയാം. ഒരു പക്ഷെ നമ്മുടെ വില നമുക്കറിയുന്നില്ല, പക്ഷേ പടച്ചവന് തൻ്റെ മനുഷ്യരായ സൃഷ്ടികളുടെ വില അറിയുന്നത് കൊണ്ടാണ് നമ്മൾ തെറ്റി പോകാതിരിക്കാൻ ലോകത്തെ ഏറ്റവും നല്ല അത്യുത്കൃഷ്ട സൃഷ്ടികളായ പ്രവാചകന്മാരെ നമുക്ക് തന്നത്, വെളിച്ചം വിതറുന്ന വേദവാക്യങ്ങൾ തന്നത്. എന്നിട്ട് ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ അനന്തര സ്വത്തായിക്കൊണ്ട് അള്ളാഹു പണ്ഡിതന്മാരെ തുടർച്ചയായി ലോകാവസാനം വരേക്ക് സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ ലോകം നല്ല രീതിയിൽ പോകാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരം മനുഷ്യന്മാരെ നമ്മുടെ മക്കളൊക്കെ അതായിത്തീരണം എന്ന് നമ്മൾ ആശിക്കണം. അതിന് ഈ മക്കൾക്ക് ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ചരിത്രം കേൾപ്പിച്ചു കൊണ്ടേയിരിക്കണം. ചരിത്രങ്ങൾ ഇവരോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇസ്ലാമിക ചരിത്രമായിക്കോട്ടെ, ധീര ദേശാഭിമാനികളുടെ ചരിത്രങ്ങളായിക്കോട്ടെ, നല്ല നല്ല മനുഷ്യരുടെ ചരിത്രങ്ങളായിക്കോട്ടെ, നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവർക്കൊരു കഥ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളതിന് മുഷിയാതെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം എൻ്റെ മോനെ സംബന്ധിച്ച് ഞാൻ ചെറുതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുത്തത്, നമുക്കറിയില്ല ഭാവിയിലേക്ക് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ മക്കളെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. ചരിത്രങ്ങളും കഥകളൊക്കെ പറഞ്ഞ് തീർന്നു പോയിട്ട് പിന്നെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കല. അത്രമാത്രം അത് കുട്ടികളുടെ ഉപബോധ മനസ്സിൽ കളക്റ്റീവായിട്ട് അവിടെ നിൽക്കും. പിന്നീട് എന്തായാലും പിന്നീടുള്ള ജീവിതത്തിൽ അവർ നല്ല ഒരു യാത്രയിലായിരിക്കും, നന്മയുടെ യാത്രയിലായിരിക്കും. അതായത് മക്കളെ മുവഹിദുകളാക്കുന്ന കാര്യത്തിലും പരിശ്രമിക്കണം. അതായത് നമ്മളെപ്പോഴും ഈ മക്കളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും എനിക്കാരുമില്ല എന്ന് നമ്മുടെ മക്കൾ കരുതുന്നിടത്ത് എനിക്ക് എൻ്റെ റഹ്മാനെ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു മുവഹിദായിട്ട് നമ്മുടെ മാറ്റുകയും, അതോടൊപ്പം തന്നെ ഈ കുട്ടികളോട് നിങ്ങൾ ചരിത്രം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക. പല ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് നാം ഒരു ചരിത്രമായി മാറണം. നാം ഇവിടെ വിട്ടു പോയാൽ നമ്മുടെ മക്കൾക്ക് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമായിട്ട് നമ്മൾ മാറണം. അതിന് നമ്മൾ മക്കളെ നന്നാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നന്നാവുക? നമ്മിലൂടെ മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്വാളിറ്റി വേണം.
ക്വാളിറ്റിയുള്ള കൈകളിലൂടെ ഈ ഉൽപ്പന്നം കടന്നു പോകുമ്പോൾ വിപണിയിൽ ഏറ്റവും വിലയുള്ള ഉൽപ്പന്നമായിട്ട് നമ്മുടെ മക്കൾ മാറും. അതിന് നമ്മുടെ കൈകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. നാളെ മക്കൾ ഓർക്കുമ്പോൾ നമ്മുടെ നല്ല ചരിത്രങ്ങൾ ഓർക്കാൻ, എൻ്റെ ഉമ്മ ഒരു നല്ല ചരിത്രമാണ്, എൻ്റെ ഉപ്പ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ് എന്ന രൂപത്തിൽ മക്കൾക്ക് നമ്മിൽ ഓർക്കാൻ നല്ലത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നാം ഇവിടെ വിദ്യാർത്ഥികളാണ്, മക്കൾ മാത്രമല്ല. നമ്മൾ വിചാരിക്കുന്നത് മക്കളെ പഠനം, മക്കളെ ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇനി ഏത് സ്കൂളിൽ ചേർക്കണം, ഇതേ രൂപത്തിൽ എന്ത് കിട്ടുമെന്നൊക്കെ ചിന്തിക്കുന്നതോടൊപ്പം നാമൊക്കെ വിദ്യാർത്ഥികളാണ്, ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ഇക്കാലത്തൊന്നും കൊണ്ട് ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ തുടങ്ങുകയാണ്. ഓരോ ദിനവും പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന ആശയോട് കൂടി പുറത്തിറങ്ങുന്ന ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കണം നമ്മളൊക്കെയും തന്നെ. പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല, ലൈഫിൽ എന്തൊക്കെയോ ചില എക്സ്പീരിയൻസ് ഉണ്ടായി എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നാം ഇത്രയും ഏജായിട്ടും ഒരുപാട് പഠിക്കാനുണ്ട്. ഈ മക്കളുടെ കൂടെ നാമും പഠിച്ചു തുടങ്ങുക. കാരണം ഒരു കുട്ടിയെ വളർത്തിത്തീരുമ്പോൾ നിങ്ങളൊരു നല്ല ടീച്ചറായി മാറും. അതിന് പുറത്തുപോയി ജോലി ചെയ്യുന്ന ടീച്ചറൊന്നും ആവണമെന്നില്ല. 2-3 മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു ഉമ്മയോളം എക്സ്പീരിയൻസ് ആയിരിക്കാനുള്ളത്. അതുകൊണ്ട് ഈ മക്കളെ നല്ല രൂപത്തിൽ ഈ ഖുർആൻ അവരുടെ പാരായണം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇമ്പമാണല്ലോ. നമ്മൾക്ക് മുമ്പ് കാലത്ത് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമല്ലേ ഇത്. നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? അതായത് നമ്മൾ മദ്രസയിൽ പോകും, പഠിക്കും, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വരും, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് പാലിക്കേണ്ട ചില കർമ്മശാസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ഖുർആൻ തെറ്റുകൂടാതെ ഓതുന്ന ചില സംവിധാനങ്ങൾ നമ്മുടെ മദ്രസ സംവിധാനത്തിലൂടെ നമ്മൾ കടന്നുപോയി എന്നല്ലാതെ, അല്ലെങ്കിൽ 1 മുതൽ 12ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച കുട്ടികൾക്ക് കിട്ടാത്ത കൾച്ചർ ഈ കുഞ്ഞു പ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയും, 12 വർഷമോ 10 വർഷമോ നിങ്ങൾ മദ്രസയിൽ പഠിച്ചു, സ്കൂളിൽ നിങ്ങൾ 12 വർഷം പഠിച്ചു. ആ 12 നിങ്ങൾ ഏജ് നോക്കണ്ട, 12 വർഷം സ്കൂള്, 10 വർഷം മദ്രസ, 22 വർഷത്തോളം നിങ്ങൾ ഈ പഠനം നടത്തിയിട്ട് നമുക്ക് എന്താണ് നല്ല കൾച്ചർ ഇല്ലാത്തത് എന്ന്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യത്തകർച്ച സംഭവിക്കുന്നത് നമ്മുടെ കൗമിനാണ് എന്ന് നമുക്കറിയാം, നമ്മുടെ തലമുറക്കാണ് എന്ന് നമുക്കറിയാം. വീണ്ടും ഞാൻ പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് പോയി മനസ്സ് നോവിക്കാനേ അല്ല പറയുന്നത്. ചുറ്റും നടക്കുന്ന മലീമസമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങളെ വേദനിപ്പിക്കാനും അല്ല. ഈ ഒരു ദിവസം നമുക്ക് നെഗറ്റീവും മോശമായ കാര്യങ്ങളൊന്നും പറയാതിരിക്കാം. എന്നിട്ട് നല്ലതിനെപ്പറ്റി മാത്രം സംസാരിക്കുകയും നല്ല സ്വപ്നങ്ങൾ മാത്രം കാണുകയും ചെയ്യുക. തീർച്ചയായും നേരത്തെ ഇവിടെ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പകർത്തിയാൽ നമ്മൾ സക്സസ് ആകുമെന്ന് പറഞ്ഞതിൽ മൈൻഡിലേക്ക് ചേർത്ത് വെക്കണം പ്രാർത്ഥനകൾ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥന ഉണ്ടാവണം. മഹത്തായ കഅബ നിർമ്മാണ വേളയിൽ അത് നിർമ്മിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തിരിക്കുന്നത് മഹനീയമായ കർമ്മമാണ്. ഉറപ്പാണ് സ്വീകരിക്കും അള്ളാഹു ഈ കഅബ നിർമ്മാണം എന്ന പുണ്യകർമ്മം ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് സ്വീകരിക്കുമെന്ന് ഉറപ്പാണല്ലോ. എന്നിട്ട് പോലും മഹാനായ പ്രവാചകൻ താഴ്മയോടെ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന്. പടച്ചോനെ, ഈ ഒരു കർമ്മം നീ സ്വീകരിക്കണമേ എന്ന്. നീ കേൾക്കുന്നവനാണല്ലോ, നീ നല്ലോണം അറിയുന്നവനാണല്ലോ, എൻ്റെ ഈ കർമ്മം നീ സ്വീകരിക്കണം എന്ന്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ നാവിൽ നിന്ന് പ്രാർത്ഥന ഒഴിഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ മനസ്സുകളിൽ നിന്ന് പ്രാർത്ഥന ഒഴിഞ്ഞു പോകരുത്. മക്കളുടെ നല്ല മാർഗത്തിലേക്കൊക്കെയും നിങ്ങൾ പുതിയ സ്കൂളുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ചിലത് നമുക്ക് ഭാവിയിൽ ഹൈറായി മാറും, ചിലത് നമ്മൾ ഷെറായിട്ട് വിചാരിക്കുന്നത് ഭാവിയിൽ നമുക്ക് ഹൈറായിട്ട് മാറും. അവിടെ ചേർത്താൽ ശരിയാകുമോ? ഒക്കെ ശരിയാവലെങ്ങനെയാണ്? ഒരേ സ്ഥാപനം തന്നെ ചില കുട്ടികൾക്ക് നല്ലതും ചില കുട്ടികൾക്ക് മോശമായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും പുതിയ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഹൈറായിട്ട് വരണേ എന്നുള്ള ദുആയോട് കൂടി നിങ്ങളതിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ഈ കുട്ടികളുടെ ഒരു പക്ഷേ പിന്നെ കാണുന്ന ഒരു കാര്യം, ഈ പഠിച്ച കാര്യങ്ങളൊക്കെയും തന്നെ കുട്ടികളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ല. അതായത് ഖുർആൻ പാരായണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അൽഫിത്രയിൽ നിന്ന് ആർജിച്ചെടുത്ത കൾച്ചറിൽ നിന്ന് കുട്ടികൾ പിറകോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോഴേ നിങ്ങൾ വല്ലാത്ത വിഷമിച്ച് പണ്ട് അൽഫിത്രയിൽ അയച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഒന്നും വേദനിക്കരുത്. വെറുതെ കുറച്ച് പൈസ ചിലവാക്കി അല്ലെങ്കിൽ അങ്ങനെ അയച്ചിട്ട് ഒരു കാര്യമില്ലാതായിരുന്നു ഒരിക്കലും പറയരുത്. കാരണം ഈ കൊച്ചു മക്കൾ ഇറങ്ങിപ്പോകുന്നത് മിക്സഡ് ആയിട്ടുള്ള പലതരം കൾച്ചറുകൾ ഒരു ദേശത്തേക്ക് പോകുന്നത് പോലെയാണ് നമ്മുടെ കുട്ടികൾ പുതിയ കലാലയത്തിൽ പോകുന്നത്.
പക്ഷേ നിങ്ങൾ ശരിക്കുള്ള ഒരു റൂട്ട് കുട്ടിക്ക് വരച്ചു കൊടുത്താൽ, നമുക്കറിയാം 500-ലധികം കുട്ടികൾ, ചെറുപ്പക്കാർ, ബാല്യക്കാർ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലാണ് ഞാൻ. അക്കൂട്ടത്തിൽ നമുക്കറിയാം റൂട്ട് കൃത്യമായിട്ട് വരച്ചു കൊടുത്തിട്ട് എങ്ങനെ പോകണമെന്ന് വരച്ചു കൊടുത്ത പാരൻസിൻ്റെ മക്കൾ അതേ റൂട്ടിൽ തന്നെ വീട്ടിലേക്ക് എത്തുന്നു. അവർ രാത്രി സഞ്ചരിക്കുന്നില്ല, അവർക്ക് അനാവശ്യമായ കൂട്ടുകെട്ടില്ല. അതായത് എത്ര ആൾക്കാർ മോശമായി പോകുന്നു എങ്കിൽ പോലും എൻ്റെ കുട്ടി മോശമാവില്ല, മോശമാകാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രൂപത്തിൽ അതിനെ വല്ലാത്ത കാർക്കശ്യത്തിൽ കുട്ടികളെ വളർത്തണമെന്നല്ല, സ്നേഹമസൃണമായ ചേർത്ത് പിടിക്കലിലൂടെ നമുക്കത് പറ്റും. അതുകൊണ്ട് നല്ല സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ കുട്ടികളെ നിങ്ങൾ അയക്കുകയും, ഇനി ഒരു പക്ഷേ കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾക്കിടയിൽ ഇതുപോലെ ഓതിയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളതിനൊക്കെ ശ്രമിക്കണം. പക്ഷേ നിങ്ങൾ ഏറ്റവും നല്ല ശുദ്ധമായ ഒരു പ്രതലത്തിലാണ് ഖുർആൻ വരച്ചു വെച്ചിരിക്കുന്നത്. മറ്റ് ഒരു ചിന്തയുമില്ലാത്ത നിഷ്കളങ്കമായ ഒരു കാലത്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾ ഖുർആൻ കുത്തിവെച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അവരുടെ ഉപബോധ മനസ്സിൽ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക, നല്ല രൂപത്തിൽ കുട്ടികളെ ചേർത്ത് പഠിക്കുക. വരാനിരിക്കുന്ന റമളാൻ വീണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് കഴുകാനും, നമുക്ക് കഴുകാനുള്ള ഒരു അവസരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായതിനെയാണ് കഴുകിക്കൊണ്ടേയിരിക്കേണ്ടത്. വില പിടിച്ചതിനെയാണ് പിന്നെയും തുടച്ചും വൃത്തിയാക്കിയിട്ടും വെക്കുക. പടച്ചവൻ ചെയ്യുന്നത് അത്രമാത്രം ആദരിക്കപ്പെട്ട ഏറ്റവും നല്ല സൃഷ്ടികളായ നമ്മെ വൃത്തികേടാകാൻ പടച്ചവൻ അനുവദിക്കുന്നേയില്ല. അതുകൊണ്ട് പടച്ചവൻ്റെ കഴുകലിന് നിന്ന് കൊടുക്കണം. റമളാൻ മഴ നനഞ്ഞു കയറാൻ ആ രൂപത്തിൽ ശുദ്ധീകരിച്ച മനസ്സുകൊണ്ട് ഒരു തലമുറക്ക് തന്നെ ഭാവിയിൽ ഈ ലോകത്തേക്ക് തന്നെ പ്രതീക്ഷയാകുന്ന പാരൻസും മക്കളുമായി മാറാൻ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ആരുടെയും മനസ്സിലൊട്ടും ആശങ്കയില്ലാതെ പുതിയ പ്രതീക്ഷയോടുകൂടി ഓരോ പകലിലും പുതിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ കാലെടുത്ത് വെക്കാനും, അങ്ങനെ തികഞ്ഞ ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ദുനിയാവിനെ സമീപിക്കാനും നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ എന്താണോ ആശിക്കുന്നത് അതാണ് സംഭവിക്കുക. ഭയപ്പെടാതിരിക്കുക, ഒരുപാട് ശുഭാപ്തി വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും പടച്ചവൻ തുണക്കും. വളരെ തവക്കുൽ മനോഭാവത്തോടു കൂടി എല്ലാം പടച്ചവനിലേക്ക് അർപ്പിച്ചുകൊണ്ട് വളരെ സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മാത്രം പോവുക. നമുക്ക് നല്ല ഇന്നുകളും നല്ല നാളെകളും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ നമുക്ക് നാളെ സ്വർഗത്തിൽ നമ്മുടെ കിരീടം വെക്കാൻ, സ്വർണ്ണ കിരീടം വെക്കാൻ കാരണമാകുന്ന മക്കളായി അള്ളാഹു അവരെ മാറ്റിത്തരട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് കൺകുളിർമയേകുന്ന മുത്തക്കികൾക്ക് ഇമാമായി മാറുന്ന തരത്തിൽ നമ്മുടെ മക്കളെ കൊണ്ട് 2 ലോകത്തും ആഹ്ലാദിക്കാൻ അള്ളാഹു വക തരട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. മഹനീയമായ ഈ കർമ്മത്തെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിലുള്ള എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.